ദി ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എ.ഒ. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ.ഒ. ഹ്യൂം. ആദ്യ സമ്മേളനം നടന്നത് മുംബൈയിലാണ്. മുംബൈയിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടന്നത്. അതെവിടെയാണ്? മുംബൈയിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടന്നത്. ആദ്യത്തെ അധ്യക്ഷൻ W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷനാരാണ്? W.C. ബാനർജി. ആദ്യ സെക്രട്ടറിയോ? എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ W.C. ബാനർജി, ആദ്യ സെക്രട്ടറി എ.ഒ. ഹ്യൂം. ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പേരെന്തെന്നായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. 1885 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രധാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 1885 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രധാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് എവിടെ വെച്ചാണ്? പൂനെയിലാണ്. എന്നാൽ പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് ഈ സമ്മേളനം മുംബൈയിലേക്ക് മാറ്റിയത്. അതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം മുംബൈയിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഡഫറിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ഡഫറിൻ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി W.C. ബാനർജി. പ്രസിഡൻ്റായ ആദ്യത്തെ, അതായത് 2 പ്രാവശ്യം പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയും W.C. ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജിയാണ്. 2 പ്രാവശ്യം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാലും W.C. ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആകെ പ്രമേയങ്ങളുടെ എണ്ണം 9. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് 1888 ഇത് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാനും ബനാറസിലെ രാജ ശിവപ്രസാദ് സിംഗും ചേർന്നാണ്. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാനും ബനാറസിലെ രാജ ശിവപ്രസാദ് സിംഗും ചേർന്നാണ്. ഇതിൻ്റെ ലക്ഷ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ എതിർക്കുക, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള വിശ്വസ്തത ഉറപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ബനാറസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 21ാമത് സമ്മേളനമാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 21ാമത് സമ്മേളനമാണ് ബനാറസ് സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബനാറസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് 1905 ബനാറസ് സമ്മേളനത്തിലാണ്. ഈ ബനാറസ് സമ്മേളനത്തിലാണ് സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് ഇത് പാസാക്കിയത് 1907
ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജ്യദ്രോഹപരമായ സമ്മേളനങ്ങൾ തടയാൻ വേണ്ടിയാണ് ഈ സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് പാസാക്കിയത് 1907. ബംഗാൾ വിഭജനത്തിന് ശേഷമുണ്ടായ പ്രക്ഷോഭങ്ങളെ നേരിടാനായിരുന്നു ഈ നിയമം പാസാക്കിയത്. 1907 സൂററ്റ് സമ്മേളനത്തിലെ പിളർപ്പിനെ അതായത് 1907 സൂററ്റ് സ്പ്ലിറ്റിനെ കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സൂററ്റ് സ്പ്ലിറ്റ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ബ്രിട്ടീഷ് സർക്കാരിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പ്രമേയം അതായത് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ ജി.പി. പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ ജി.പി. പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ആദ്യ വനിത ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബെസന്റിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ആദ്യത്തെ വനിത ആനി ബെസന്റ്. പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്നത് 1914. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1917. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വിദേശിയായ പ്രസിഡന്റ് ജോർജ് യൂൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും ജോർജ് യൂളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും ജോർജ് യൂളാണ് ഉത്തരം. ജോർജ് യൂൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1888 അലഹബാദ് സമ്മേളനത്തിലാണ്. 1888 അലഹബാദ് സമ്മേളനത്തിലാണ്. ജോർജ് യൂൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 4ാമത്തെ പ്രസിഡന്റായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 4ാമത്തെ പ്രസിഡന്റ് ജോർജ് യൂളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശി വില്യം വെണ്ടർ ബേൺ. 1889 ബോംബെ സമ്മേളനത്തിലും 1910 നടന്ന അലഹബാദ് സമ്മേളനത്തിലുമാണ് അധ്യക്ഷനായത്. 1905 ബനാറസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. 1916 കോൺഗ്രസും മുസ്ലിം ലീഗും ഒപ്പുവെച്ച ലക്നൗ ഉടമ്പടി സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അംബിക ചരൺ മജുംദാർ ആയിരുന്നു. അംബിക ചരൺ മജുംദാർ. 1922 ഗയ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നത് സിയർ ദാസ് ചിത്തരഞ്ജൻ ദാസ്. 1922 ഗയ സമ്മേളനത്തിൽ ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഒരേ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷത വഹിച്ചത്. പൂർണ്ണ സ്വരാജ്യ പ്രമേയം പാസാക്കിയപ്പോൾ 1929 ലാഗോ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നത് ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ്യ പ്രമേയം പാസാക്കിയത് 1929 ലാഹോർ സമ്മേളനത്തിൽ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് W.C. ബാനർജി.
സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് 1938 ഹരിപുര സമ്മേളനത്തിലും 1939 ത്രിപുര സമ്മേളനത്തിലും. 1938 ഹരിപുര സമ്മേളനം, 1939 ത്രിപുര സമ്മേളനത്തിലുമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1940 മുതൽ 1946 വരെയുള്ള കാലഘട്ടം. മൗലിക അവകാശങ്ങൾ സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കിയത് കറാച്ചി സമ്മേളനം, 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ബങ്കിപ്പൂർ സമ്മേളനം 1912. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം പാസാക്കിയത് 1920 കൊൽക്കട്ട സമ്മേളനത്തിലാണ്. 1920 കൊൽക്കട്ട സമ്മേളനത്തിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ദിൽഷായി വാച്ച. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1896 കൊൽക്കട്ട സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് റഹീംത്തുള്ള സായ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1959. റാഷ് ബിഹാരി ഘോഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടർച്ചയായി 2 തവണ പ്രസിഡന്റായ ആദ്യത്തെ ആളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടർച്ചയായി 2 തവണ പ്രസിഡന്റായ ആദ്യത്തെ ആളാണ് റാഷ് ബിഹാരി ഘോഷ്. 1907 1908. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ചിഹ്നം നുകവും കാളയും ആയിരുന്നു. 1907 സൂററ്റ് സ്പ്ലിറ്റിനെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും 2ആയി പിളർന്നു. ഇതിൽ മിതവാദികളുടെ നേതാക്കന്മാർ ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ മേത്ത തുടങ്ങിയവർ. തീവ്രവാദികളുടെ നേതാക്കന്മാർ ലാല ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. 1916 ലക്നൗ സമ്മേളനത്തിൽ ഇവർ വീണ്ടും ഒരുമിച്ചു. അതായത് മിതവാദികളും തീവ്രവാദികളും ഒന്നായി. എന്നാൽ 1918 വീണ്ടും 2ആയി പിളർന്നു. അതായത് മുണ്ടേഗു ചെംസോഡ് ഭരണപരിഷ്കാരങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത് 2ആയി പിളരാൻ കാരണമായത്. തുടർന്ന് സുരേന്ദ്രനാഥ ബാനർജി തുടങ്ങിയ നേതാക്കൾ കോൺഗ്രസ് വിട്ട് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ എന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായത് 1897 അമരാവതി സമ്മേളനത്തിൽ. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്. ജവഹർലാൽ നെഹ്റുവാണ് ഉയർത്തിയത്. ആ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. കോൺഗ്രസ് ത്രിവർണ്ണ പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1931 കറാച്ചി സമ്മേളനത്തിൽ. 1931 കറാച്ചി സമ്മേളനത്തിൽ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് കൽക്കട്ടയിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഡൽഹിയിലുമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ.
പട്ടാഭി സീതാരാമയ്യയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. 1948 അദ്ദേഹം പ്രസിഡന്റായത്. ബംഗാൾ വിഭജനം 1905 അന്നത്തെ വൈസ്രോയിയായിരുന്ന ലോർഡ് കഴ്സണാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാളിൻ്റെ ഐക്യം നിലനിർത്താൻ വേണ്ടി രാഖി ബന്ധൻ ആചരിച്ചത് 1905 ഒക്ടോബർ 16. രവീന്ദ്രനാഥ് ടാഗോറാണ് ഇങ്ങനെയൊരു ആചാരത്തിന് ആഹ്വാനം ചെയ്തത്. ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ പ്രശസ്തമായ കവിതയാണ് അമർ സോനാർ ബംഗ്ല. ഇത് പിന്നീട് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായി മാറി. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 ലോർഡ് ഹാർഡിഞ്ച് പ്രഭു സെക്കൻഡ്. വിഭജനം റദ്ദാക്കിയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നത് ബിഷൻ നാരായൺ ദാർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ് ഗോവിന്ദ് റാനഡെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് 1905 ബനാറസ് സമ്മേളനത്തിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖല. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ 1905. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ. കോൺഗ്രസിലെ മിതവാദി രാഷ്ട്രീയത്തെ വിമർശിച്ച് അരവിന്ദ ഘോഷ് എഴുതിയ പരമ്പര ന്യൂ ലാംസ് ഫോർ ഓൾഡ്, വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷ് ആരംഭിച്ച ബംഗാളി വാരിക ധർമ്മ, ഇംഗ്ലീഷ് വാരിക കർമ്മയോഗി. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപനം നടത്തിയത് അരവിന്ദ് ഘോഷ്. ബംഗാൾ കടുവ എന്നും ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നും അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാലിൻ്റെ പ്രശസ്തമായ പുസ്തകം സോൾ ഓഫ് ഇന്ത്യ. മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് മിൻറ്റോ സെക്കൻഡ്. 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ സ്ഥലം ധാക്ക, ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് അഗഖാൻ. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി മുന്നോട്ട് വച്ചത് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. 1940 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്ന. 1940 ലാഹോർ സമ്മേളനത്തിൽ ദ്വിരാഷ്ട്രവാദം ടു നാഷൻ തിയറി അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്ന. ടു നാഷൻ തിയറിയുടെ പിതാവെന്നറിയപ്പെടുന്നതും മുഹമ്മദ് അലി ജിന്നയാണ്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യൻ വിഭജനത്തെയും എതിർത്ത നേതാവ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി പ്രഖ്യാപിച്ചത് 1946 ഓഗസ്റ്റ് 16